നമസ്കാരം. കണ്ണൂർ ജില്ലയിൽ ബോംബ് രാഷ്ട്രീയത്തിൽ ജീവൻ നഷ്ടമായത് നിരപരാധിയായ 85-കാരന് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. ബോംബ് സ്ഫോടനത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞത് പോലീസിന്റെ ഗുരുതരമായ വീഴ്ചയായിട്ടാണ് ജനങ്ങൾ പറയുന്നത്. തലശ്ശേരി നഗരസഭയ്ക്കടുത്തെ എരഞ്ഞോളിയിലെ ആൾപ്പാർപ്പില്ലാത്ത വീട്ടുപറമ്പിൽ നിന്നും ബോംബ് പൊട്ടിയാണ് വയോധികൻ അതിദാരുണമായി കൊല്ലപ്പെട്ടത്. എരഞ്ഞോളി കുടക്കളത്തെ വേലായുധനാണ് അതിദാരുണമായി മരിച്ചത്. വീടിനടുത്തുള്ള ആൾപ്പാർപ്പില്ലാത്ത പറമ്പിൽ തേങ്ങ പെറുക്കാൻ പോയപ്പോഴായിരുന്നു അപകടമുണ്ടായത്. പറമ്പിലുണ്ടായിരുന്ന സാധനം എന്തെന്നെടുത്ത് നോക്കിയപ്പോൾ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഉഗ്രസ്ഫോടന ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവ സ്ഥലത്ത് തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വേലായുധന്റെ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഒരു വർഷം മുൻപ് തലശ്ശേരി മേഖലയിൽ നിധി സൂക്ഷിക്കുന്ന പാത്രമാണെന്ന് കരുതി സ്റ്റീൽ പാത്ര ബോംബ് തുറക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് ആസാം സ്വദേശിയായ അച്ഛനും മകനും കൊല്ലപ്പെട്ടിരുന്നു. ആക്രിവർക്കി ജീവിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു മരിച്ചത്. ഇതിനുശേഷമാണ് മറ്റൊരു സ്ഫോടനം കൂടി നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം തലശ്ശേരി മേഖലയിൽ വ്യാപകമായി ബോംബേറും അക്രമവും നടന്നിരുന്നു. പോലീസ് പാർട്ടി ഗ്രാമങ്ങളിൽ റെയ്ഡ് നടത്തുന്നുണ്ടെങ്കിലും ബോംബുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല. നേരത്തെ പാനൂർ മുളിയത്തോട്ടത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന വീടിന്റെ മുകളിൽ നിന്നും ബോംബ് നിർമ്മാണത്തിനിടെ CPM പ്രവർത്തകർ മരിക്കുകയും ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ന്യൂമാഹിയിൽ BJP നേതാവിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ CPM പ്രവർത്തകനെ പോലീസ് അറസ്റ്റും ചെയ്തിരുന്നു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതി പിടിയിലായത്. 2015-ൽ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട CPM പ്രവർത്തകർക്ക് പാർട്ടി രക്തസാക്ഷി സ്മൃതി മന്ദിരം നിർമ്മിച്ചതും ഏറെ വിവാദമായിരുന്നു. ഇതേ തുടർന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിട്ടുനിൽക്കുകയായിരുന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനായിരുന്നു സ്മൃതി മന്ദിരം ഉദ്ഘാടനം ചെയ്തത്.